അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗികളുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഉമ്മ പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എന്തിനാ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്? ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഒരു വിഷയമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ പൊന്നുമക്കൾ, അല്ലേ? എന്നാൽ ചെറിയ കുഞ്ഞു മക്കൾ അവര് ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോ ഉറക്കത്തിൽ നിന്ന് നെട്ടിത്തെറിക്കുന്നത് കാണാം. അതുപോലെ ചില മക്കൾ പെട്ടെന്ന് കരയാൻ തുടങ്ങി, പിന്നെ കരച്ചു നിർത്താത്ത ഒരു സംഗതി, അതുപോലെ ഉറക്കമില്ലായ്മ, അതുപോലെ അമിതമായി കരയുന്ന മക്കൾ, ഇങ്ങനത്തെ കുറെ സംഗതികളുള്ള ഒരുപാട് സഹോദരിമാർ അതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ആവശ്യപ്പെട്ട ഒരുപാട് മെസ്സേജുകൾ കണ്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഖുർആൻ ഓതാൻ അറിയുന്ന സഹോദരിമാർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുർആനികമായ ഒരു മന്ത്രമാണ് പറഞ്ഞിരുന്നത്. മന്ത്രം എന്ന് പറയാൻ പാടില്ല, ഒരു മരുന്ന്, അതല്ലെങ്കിൽ ഒറ്റമൂലി എന്നൊക്കെ പറയാം. അതാണ് പറഞ്ഞിരുന്നത്. എല്ലാ മുത്തുമുഅ്മിനീങ്ങളും കേട്ട് വീഡിയോ മുഴുവനായി കേട്ട് ഇൻഷാ അള്ളാഹ് അത്തരം പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരോ ഏതെങ്കിലും ഉമ്മമാരോ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ പറയുന്ന രൂപത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ മക്കൾ സുഖമായി ഉറങ്ങും നിങ്ങൾ കാണാൻ കഴിയും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല പൊന്നു മക്കളാക്കി വളർത്തി തരട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ രോഗങ്ങൾക്കും മരുന്നില്ല. എല്ലാ രോഗങ്ങളും ഡോക്ടർമാരെ കണ്ടാൽ മാറുകയുമില്ല. ചില രോഗങ്ങൾ മാറണമെങ്കിൽ ചില സംഗതികൾ നാം ചെയ്യേണ്ടതുണ്ട്. ചില രോഗങ്ങളൊക്കെ മാറുക അത് ഖുർആൻ ചികിത്സ കൊണ്ടായിരിക്കും മാറുക. കാരണം നമ്മുടെ മക്കൾ ഉറങ്ങാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കത്തിൽ പെട്ടെന്ന് നെട്ടിത്തെറിക്കുന്നത്, അതുപോലെ അമിതമായി മക്കൾ കരയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, കുഞ്ഞു മക്കൾ എന്ന് പറയുന്നത് ഒന്നും അറിയാത്ത നിഷ്കളങ്കരാണ്, അല്ലേ? ആ മക്കളുടെ കണ്ണിൽ പല സംഗതികളും അവർക്ക് കാണാൻ കഴിയും. നമ്മൾ കാണാത്ത പലതും അവർക്ക് കാണാൻ കഴിയും. എന്നാൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് കണ്ണിൽ കാണുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് നെട്ടിത്തെറിക്കുന്നതും അതുപോലെ അവർ കരയുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതൊക്കെ പൈശാചികമായിട്ടുള്ള ഒരു ഉപദ്രവമാണ്. പൈശാചിക ഉപദ്രവം ഉണ്ടാകുമ്പോഴാണ് ഈ സംഗതികളൊക്കെ ഉണ്ടാകുന്നത്. ഈ പൈശാചിക ഉപദ്രവം മാറണമെങ്കിൽ നമ്മൾ എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും കാര്യമില്ല, എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. അത് നാം ഖുർആനികമായ ചികിത്സ തന്നെ ചെയ്യണം. ഖുർആൻ ഓതി അതിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. അത് തന്നെയാണ് മരുന്ന്. അല്ലാതെ വേറെ എന്ത് മരുന്ന് കഴിച്ചാലും പിശാച് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. അത് നാം ആദ്യം മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത്തരം പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കേണ്ടത്, ഒരു കറുത്ത ചരട് വാങ്ങുക. കോട്ടന്റെ ആണെങ്കിലും ഇങ്ങനത്തെ ആരെങ്കിലും പോളിസ്റ്റർ ഏതായാലും കുഴപ്പമില്ല. ചരടെടുത്ത് അതിലേക്ക് പരിശുദ്ധ ഖുർആനിലെ എല്ലാ ആളുകൾക്കും അറിയാമല്ലോ സൂറത്ത് തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്ത് 128, 29 ഈ 2 ആയത്ത് ആരും മറക്കരുത്. 128-ാമത്തെയും
129 ആയത്ത് നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രീൻ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ആയത്ത് 3 പ്രാവശ്യം ഓതുക. ഏതാണ് ആയത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العليم. ഇതാണ് സൂറത്ത് തൗബയിലെ 128-29 ആയത്ത്. ഈ 2 ആയത്ത് 3 പ്രാവശ്യം ഓതി ആ ചരടിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. അതിനുശേഷം സൂറത്തുൽ കഹ്ഫിലെ 10-ാമത്തെ ആയത്ത്, സൂറത്തുൽ കഹ്ഫിലെ 10-ാമത്തെ ആയത്ത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഈ ആയത്ത് ഇത് 3 തവണ ഓതി അതും ആ ചരടിലേക്ക് മന്ത്രിക്കുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് തുടങ്ങുന്ന സൂറത്ത്. അതിനുശേഷം സൂറത്തുൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫലക് 3 പ്രാവശ്യം ഓതുക. അതിനുശേഷം സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നാസ് ഇത് 3 പ്രാവശ്യം ഓതി ആ ചരടിലേക്ക് മന്ത്രിക്കുക. എന്നതിന് ശേഷം ആ ചരട് കുട്ടികളുടെ കഴുത്തിലോ കയ്യിലോ എവിടെയാണോ സൗകര്യമെങ്കിൽ അവിടെ നിങ്ങൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ അത്തരം പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കും. നമ്മുടെ മക്കൾ സുഖമായി ഉറങ്ങുകയും നെറ്റിത്തെറിക്കലോ നിർത്താത്ത കരച്ചിലോ ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം പ്രയാസങ്ങളെ തൊട്ടും പ്രശ്നങ്ങളെ തൊട്ടൊക്കെ നമ്മുടെ മക്കളെയും നമ്മളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് അർഹമർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ക്ലാസ് എന്നുമുണ്ട്. എല്ലാ ആളുകളും മുടങ്ങാതെ ക്ലാസ് കേൾക്കണം. ഒരുപാട് അറിവുകൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.